മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ഇന്നലെ പറഞ്ഞ ഒരു ചരിത്ര ഏടുണ്ട്. ഒരുപക്ഷെ കേരളം മറന്നുപോയൊരു ചരിത്ര ഏട്. മതേതരത്വത്തെ ഊട്ടി ഉറപ്പിക്കാൻ കേരളത്തിൽ വർഗീയതയെ ചെറുക്കാൻ വേണ്ടി SDPIക്കെതിരെയും ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയും ഇടതുപക്ഷം നിലപാടെടുക്കുമ്പോൾ അത് മുസ്ലിങ്ങൾക്കെതിരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാൽ അതിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന് അടിവരയിട്ട് പറയാൻ മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ച തലശ്ശേരി ചരിത്രമുണ്ട്. കേരളം അറിഞ്ഞിരിക്കേണ്ട ഒരു ചരിത്രം. കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ വർഗീയ കലാപങ്ങളില്ലാതെ ഈ നാട് മതസൗഹാർദ്ദ അന്തരീക്ഷത്തിൽ നിലനിന്ന് പോകുന്നതിന്റെ ഫലം എന്താണെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രതികരണമാണ്. നാട് ചിന്തിക്കണം. അതിന് ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യം തന്നെയാണ്. ഞങ്ങൾക്ക് BJP എതിർക്കുന്നതിനോ RSSനെ എതിർക്കുന്നതിനോ സംഘപരിവാറിനെ എതിർക്കുന്നതിനോ ഭൂരിപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ട് ഇതിനെ എതിർക്കുന്നതിനോ ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായി ജമാഅത്തെ ഇസ്ലാമിയെയോ SDPയെയോ എതിർക്കുന്നതിനോ ഒന്നും ഒരു പ്രയാസവും ഇല്ല. ഞങ്ങൾ ഈ വർഗീയത എതിർക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അത് ഒരു മതവിഭാഗത്തിനെതിരായ എതിർപ്പായിട്ട് തെറ്റിദ്ധരിക്കപ്പെടും എന്ന് ഞങ്ങൾ കണക്കാക്കുന്നില്ല. സർ, എൻ്റെ ചെറുപ്രായത്തിലുള്ള ഒരനുഭവം തലശ്ശേരി വർഗീയ കലാപത്തിൻ്റെതാണ്. ആ കലാപത്തിൽ പലതും പലർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ പണം നഷ്ടപ്പെട്ടവരുണ്ട്, സ്വത്ത് നഷ്ടപ്പെട്ടവരുണ്ട്, ആരാധനാലയങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്, നമ്മുടെ പലതരത്തിലുള്ള ആക്രമണങ്ങൾക്കിരയായവരുണ്ട്. എന്നാൽ ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് മാത്രമായിരുന്നു. CPIMൻ്റെ UK കുഞ്ഞിരാമൻ എന്ന ഒരു സഖാവ്. ചിരിക്കുന്നുണ്ടാരോ? ആ ചിരി ആരുടെ ചിരിയാ സർ? ഇവിടെ എങ്ങനെയാണ് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടതെന്നറിയോ? മെരുവമ്പായി പള്ളി എന്നത് മുസ്ലിം പള്ളികളിൽ കുറച്ച് പ്രാധാന്യമുള്ള പള്ളിയാണ്.